കോടതി വിധി പ്രസ്താവിച്ചു തുടങ്ങിയോ? നൗഫൽ, തീർച്ചയായും ഇപ്പോൾ ഹൈക്കോടതി ജസ്റ്റിസ് രാജ വിജയരാഘവന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഇപ്പോൾ വിധി പ്രസ്താവിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ദേവസ്വം കമ്മീഷണറുടെ നിർദ്ദേശമനുസരിച്ചാണെന്ന് ഇപ്പോൾ ഹൈക്കോടതി നിരീക്ഷിച്ചു. ഒപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെ രേഖകളിൽ നിന്ന് ഇക്കാര്യം വ്യക്തമാണെന്നും ജഡ്ജി പറഞ്ഞു. ഈ സ്വർണ്ണപ്പാളി കൈമാറാനുള്ള തീരുമാനം സംശയാസ്പദമാണെന്ന ഒരു അഭിപ്രായവും കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ കോടതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ മുന്നിൽ SIT അന്വേഷണ സംഘ തലവൻ എത്തി. ഒപ്പം തന്നെ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറി. സീൽ വെച്ച കവറിലാണ് ഈ റിപ്പോർട്ട് കൈമാറിയത്. റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിശോധിച്ച ശേഷം കൂടിയാണ് ഇപ്പോൾ ഒരു വിധി ഹൈക്കോടതി പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, സംശയങ്ങൾ ഉന്നയിക്കുകയാണ് കോടതി. പൊതുജനങ്ങൾക്കും വിശ്വാസികൾക്കുമൊക്കെയുള്ള സംശയങ്ങൾ തന്നെയാണ് ഇപ്പോൾ കോടതി ഉന്നയിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വർണ്ണപ്പാളികൾ കൈമാറാനുള്ള തീരുമാനം സംശയകരമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു സംശയം കൂടി കോടതി ഉന്നയിച്ചിരിക്കുന്നു. അത് ഇതാണ്: വാതിൽപ്പാളിയുടെ സ്വർണം മങ്ങിയതിലും സംശയമുണ്ട് എന്നുള്ളത്. കാരണം നമുക്കറിയാം 98-ന് ശേഷം 2019 ഇത് മങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്നു. 2025 അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതാണ് കോടതി ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ശരിയായ സാങ്കേതിക വിദ്യയല്ല സ്മാർട്ട് ക്രിയേഷൻസ് ഉപയോഗിച്ചത് എന്നുള്ള, അതായത് സ്മാർട്ട് ക്രിയേഷൻസ് തങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുമുണ്ടായിട്ടില്ല എന്ന് ഒരു ഭാഗത്ത് പറയുന്നു. അതിലും കോടതി സംശയം ഉന്നയിക്കുന്നു. സ്വർണം മിച്ചം വന്നതായി കാണുന്നു എന്നും ഒക്കെ കോടതി പറയുന്നു. ഷുക്കൂർ, എന്താണ് ബാക്കി പരാമർശങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? നഫൽ, വാതിൽപ്പാളിയുടെ സ്വർണം മങ്ങിയതിൽ സംശയമുണ്ട് എന്നാണ് ജസ്റ്റിസ് രാജ വിജയരാഘവൻ ഇപ്പോൾ പ്രസ്താവിച്ചത്. ശരിയായ സാങ്കേതിക വിദ്യയല്ല സ്മാർട്ട് ക്രിയേഷൻസ് ഉപയോഗിച്ചത്. അത് സ്വർണം മിച്ചം വന്നതായി കാണുന്നു. ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു സംശയം കോടതി ഗൗരവമായി തന്നെ ഉന്നയിക്കുകയാണ്. അതായത് വാതിൽപ്പാളിയുടെ സ്വർണം എങ്ങനെയാണ് മങ്ങിയത് എന്നത് കോടതിക്ക് എന്തായാലും വ്യക്തമായിട്ടില്ല. കോടതിക്ക് അത് ബോധ്യപ്പെടുന്നില്ല. ഒപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലും കോടതി സംശയം പ്രകടിപ്പിക്കുകയാണ്. ആ അർത്ഥത്തിൽ സ്വർണ്ണപ്പാളിയുടെ കൈമാറ്റം, ഒപ്പം തന്നെ അതിൽ വരുത്തിയ അറ്റകുറ്റപ്പണികൾ, ഇതിലെല്ലാം തന്നെ ഗുരുതരമായ എന്തോ ക്രമക്കേടുണ്ട് എന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ കോടതി വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ വിധി പ്രസ്താവത്തിന്റെ പ്രത്യേകത. സ്വർണം മിച്ചം വന്നതിനെയും കോടതി സംശയിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ ഉത്തരവിന്റെ ഭാഗമായി കോടതി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ശബരിമലയിൽ സ്വർണം കാണാതായതിനെ കുറിച്ചുള്ള സംശയം, ഒന്നാകെ എല്ലാവർക്കുമുള്ള സംശയം അത് തന്നെയാണ് കോടതി ഉന്നയിക്കുന്നത്. അതായത് ഈ സ്വർണ്ണപ്പാളി കൈമാറിയതിലുള്ള സംശയമാണ് ആദ്യം ഉന്നയിക്കുന്നത്. കാരണം ഇങ്ങനെ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള ചട്ടമുണ്ട് എന്ന് ഒരു വിഭാഗം വളരെ ശക്തമായി വാദിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കോടതിയുടെ ഈ ചോദ്യം എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർക്കണം. സ്വർണ്ണപ്പാളി മങ്ങിയതിലും, വാതിൽക്കട്ടളയുടെ സ്വർണം മങ്ങിയതിലുമുള്ള സംശയവും കോടതി ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിനെ കുറിച്ചുമുള്ള സംശയവും കോടതി ഉന്നയിക്കുകയാണ്. അതായത് ശരിയായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചല്ല ഈ സ്വർണം പൂശൽ നടന്നിരിക്കുന്നത് എന്നുള്ള സൂചനയും കോടതി നൽകുന്നുണ്ട്. പിന്നെ സ്വർണം എങ്ങനെയാണ് മിച്ചം വന്നത് എന്നതിനെക്കുറിച്ചും കോടതി സംശയം ഉന്നയിക്കുന്നുണ്ട്. മിച്ചം വന്ന സ്വർണം സ്മാർട്ട് ക്രിയേഷൻസ് തിരിച്ചു നൽകി എന്നുള്ള കാര്യം കൂടി കോടതി ഇവിടെ പരാമർശിക്കുന്നു. ഷുക്കൂർ, പുതിയ വിവരങ്ങളുണ്ടെങ്കിൽ തുടരാം. നൗഫൽ, ഇത്രയും വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ വന്നത്. അതായത് ഈ സ്വർണം മിച്ചം വന്നു എന്നത് കോടതി കണ്ടെത്തുന്നു. ഒപ്പം തന്നെ മിച്ചം വന്ന സ്വർണം സ്മാർട്ട് ക്രിയേഷൻസ് തിരിച്ചു നൽകിയതായും കോടതി സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ആ സ്വർണം ആർക്ക് പോയി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കോടതിയുടെ വരുന്ന വിധികളിലായിരിക്കും വ്യക്തമാകുക. എന്തായാലും കോടതി ഇപ്പോഴും വിധി പ്രസ്താവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.